പറഞ്ഞ പോലെ ആ ഇമെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നാളെ ഞാനുണ്ടാവില്ല, പപ്പയാവും മീറ്റിംഗൊക്കെ അറ്റൻഡ് ചെയ്യുക. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ വന്നിട്ട് പേപ്പേഴ്സൊക്കെ പപ്പേനെ ക്യാബിനിലേക്ക് വെച്ചോളണം, മറന്നു വരുത്. ഇല്ല മാം, ഞാൻ നോക്കിക്കോളാം. എന്നാൽ ശരി. അല്ല, നീ എങ്ങനെയാണ് പോകുന്നത്? വണ്ടി ഉണ്ടോ? ആ മാം, ഞാൻ ബൈക്ക് എടുത്തിട്ടുണ്ട്. എന്നാൽ ശരി. ജൻസ, ഒന്നവിടെ നിൽക്ക്. എന്താ സാർ, എന്തെങ്കിലും പറയാനുണ്ടോ? നീ എന്താ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ പോയേ? ഓ സോറി. അല്ല, നീ എന്താ ഇവിടെ? ജെയ്സനെ തപ്പി വന്നാണോ? അവനോട് ഉണ്ടാവില്ല എന്നറിയാലോ. ഒന്നെങ്കിൽ വീട്ടിൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. എന്നാൽ ശരി, കുറേ ലേറ്റായി, ഞാൻ വീട്ടിൽ പോട്ടെ. ഞാൻ അവനെ കാണാനല്ല വന്നേ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നോടോ? എന്നോട് മാത്രമായിട്ട് നിനക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ വലിയ സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അന്നത്തെ ഇൻസിഡൻറ്റിനെ പറ്റിയാണെങ്കിൽ ഞാനതൊക്കെ വിട്ടു. അപ്പോൾ അതിനെപ്പറ്റി ഇനി ഒരു ചർച്ച വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് സംസാരിക്കണമെങ്കിലോ? ജൻസ, ഞാൻ പറയുന്നതൊന്നും നീ കേക്ക്. നമ്മുടെ ഇടയിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതൊന്നും ഒഴിവാക്കാനെങ്കിലും നമുക്കിപ്പോൾ സംസാരിച്ചേ പറ്റൂ. നീ ഒന്ന് എൻ്റെ കൂടെ വാ. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അതെനിക്ക് കുറേ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറേയൊക്കെ നീ തന്നെ എനിക്ക് ക്ലിയർ ആക്കി തന്നു. അതുകൊണ്ട് അതിലിനി ഒരു ചർച്ച വേണ്ട. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജെയ്സനോട് പറഞ്ഞാൽ മതി, അവൻ എന്നോട് വന്ന് പറഞ്ഞോളും. എന്നാലേ ഞാൻ പോട്ടെ, ഇനി നിന്നാൽ ശരിയാവില്ല. ഓ, ഇവളോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അത് എന്നെ വിട്, എനിക്ക് പോകണം. നീ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. എന്താ, നിനക്കിതൊക്കെ തമാശയായിട്ട് തോന്നുന്നുണ്ടോ? ഞാനിവിടെ വന്ന് നിന്ന് നിന്നെ വിളിക്കുന്നതൊക്കെ ഉണ്ടോയെന്ന് നീ ഇപ്പം എൻ്റെ കൂടെ വരണം. ഇല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. നിനക്ക് നല്ല ഭ്രാന്തായോ? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ കൈ വിട്, വിടാൻ. ഓ, ഇവള് ഇങ്ങോട്ട് പാടി, നിന്നെയും കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ. ആ വിടടാ എന്നെ. നീ എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നേ? വിടാൻ. നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ വിടടാ പട്ടി. എൻ്റെ മോൾ ആദ്യം ഇവിടെ നിന്ന് ഇരിക്കും കേട്ടോ. ഞാൻ അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ചിന്ത എന്ന് വെച്ചാൽ അതങ്ങ് ഒഴിവാക്കിയേക്ക്. അങ്ങനെ വല്ലതും ഉണ്ടായാൽ നീ എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയും. പറഞ്ഞേക്കാം. വേണ്ട വേണ്ട നിൽക്കുമ്പോൾ തലേക്ക് കയറി നിരങ്ങുക അവള്. ഇതെന്തൊരു കഷ്ടമാണ് നോക്കണേ. ഇതുവരെ എൻ്റെ ഇച്ഛായി അറിഞ്ഞോണ്ടല്ലോ നിന്നെ ഷെയ്പ്പാക്കും. പറഞ്ഞില്ല വേണ്ട. ഓ, അവിടെ ഒരു ചായ് മിണ്ടാണ്ട് കുത്തിന്നോളെ. വയറ് നിറഞ്ഞോ? ഇനി എങ്ങോട്ടെങ്കിലും പോവാണ്ടോ? ആ തൽക്കാലപ്പത് മതി. ഇനി നമുക്ക് ഏട്ടനെ തപ്പാൻ പോവാം. അത്ര വീക്കങ്ങ് വെച്ചെന്നുണ്ടല്ലോ. അവനിപ്പോൾ വീട്ടിലെത്തിണ്ടാവും. നിന്റെ കൂടെ ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇതിനും അപ്പുറമാവുന്ന്. ഓ, ഇതിനെയൊക്കെ കൊണ്ട് ഇറങ്ങാൻ തോന്നിയ സമയം. എൻ്റെ പൊന്നു മാഷേ, ഇതൊക്കെ ഇടയ്ക്കല്ലേല്ലോ. നിങ്ങളിങ്ങനെ ദേഷ്യം കൂട്ടി വെറുതെ ഹാർട്ടിന് പണി ഉണ്ടാക്കുന്ന എന്തിനാ? ഏട്ടനിപ്പോൾ വീട്ടിലെത്തിയെങ്കിൽ വീട്ടിൽ പോയാൽ പോരെ, ഏട്ടൻ കാണാലോ. എന്തിനാ പിന്നെ ഇവിടെ കറുത കത്തക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓ, നിന്നോടൊന്നും വേണ്ടൊരു കാര്യമില്ല. ഓ, ഒന്നില്ലെങ്കിലും നീ അവൻ്റെ അനിയത്തിയല്ലേ. അത്രയ്ക്കുള്ള ബുദ്ധിയെ കാണിക്കുള്ളൂ. ഞാൻ ഓർക്കണമായിരുന്നു. എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ദേ, അവിടെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഏട്ടനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ എൻ്റെ ശരിക്കും സ്വഭാവം നിങ്ങളറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ, വലിയ ബുദ്ധിമാൻ വന്നിരിക്കുന്നു. ബുദ്ധി കൂടിപ്പോയതാ പ്രശ്നമായത്. ഓ, ബുദ്ധി കൂടിയതാണെങ്കിലും ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് നിന്റെ ഏട്ടന് നിനക്കും ഇല്ലാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. വേറൊന്നും പറഞ്ഞില്ലല്ലോ. ആ, ഇങ്ങനെയാണ് തൻ്റെ പോക്കെന്ന് വെച്ചാലേ വേറൊന്നും പറയാനൊന്നും ആവുണ്ടാവില്ല. ഞാനതങ്ങ് പിഴുതെടുക്കും. താൻ എന്ത് നോക്കിക്കടോ, വണ്ടി എടുക്കടോ. ഓ, പിന്നെ നിന്നെ തന്തേൻ്റെ വകയല്ലേ ഈ വണ്ടി? ഒന്ന് പൊടി അവിടെ നിന്ന്. എനിക്കിഷ്ടമുള്ള ടൈമിൽ ഞാൻ വണ്ടി എടുക്കും. മോള് ടയർ പൊട്ടിക്കാൻ അവിടെ ഇരിക്കുക തൽക്കാലം കേട്ടോ. ഓ, എന്നാൽ താൻ ഇവിടെ ഒറ്റയ്ക്ക് അങ്ങ് ഇരുന്നു, ഞാൻ നടന്നു പോയിക്കോളാം. ഓ, ആയിക്കോട്ടെ. ഇപ്പം നടന്നാൽ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിലെത്താം. വേഗം നടന്നോ. ആ, നീ ഇപ്പോഴും ഇവിടുന്ന് കഥകൾ എടുത്തിരിക്കണോ? എന്തേ, നടക്കാൻ പോകുന്നില്ലേ? തനിക്ക് നാണുണ്ടോ? തനിക്കൊരു പെങ്ങളുള്ളല്ലേ? ഈ നേരത്തെ ഞാൻ ഇങ്ങോട്ട് പുറത്തിറങ്ങി പോയാൽ എനിക്കെന്നെ പറ്റി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? അതുകൊണ്ട് താൻ എന്നെ വീട്ടിൽ കൊണ്ടായിക്കോ മര്യാദയ്ക്ക്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും. ഓ, വിളിക്ക്. വേറെ പണിയൊന്നുമില്ലല്ലോ പോലീസുകാർക്ക്. നീ വിളിക്കുമ്പോൾ ഇങ്ങ് ചാടി പിടിച്ച് പോരെ. പിന്നെ ഓള് പറയണ കേട്ടോ, ഞാൻ പുറത്തേക്കേ പോലെ. നീ എന്നല്ലേ പറഞ്ഞ നീ നടക്കുകയെന്ന്. ഞാനറ്റാ
താൻ കാരണല്ലേ ഞാനത് പറയേണ്ടി വന്നേ. ഞാൻ എന്തായാലും വിളിക്കും പോലീസിനെ, നോക്കിക്കോ. ആ എന്നാ വിളിക്ക്. അല്ലേ ഇതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാം. എന്തായാലും എത്ര നേരമായില്ലേ. ആ ഞാൻ വിളിക്കും. എവിടെ എൻ്റെ ഫോണ്? അയ്യോ, ഈ പേട്ട ഫോണിൽ പൈസ ഇല്ലാത്ത കാര്യം ഓർത്തില്ല. എന്ത് ചെയ്യൂ നീ? അതെ, എനിക്ക് തൻ്റെ ഫോണൊന്ന് വേണേനു. എൻ്റെ ഫോണോ? അതെന്തിനാ നിനക്ക്? എനിക്ക് കാലിട്ട് നടക്കാൻ. ഫോണെന്തിനാ? വിളിക്കാനല്ലേ. എനിക്ക് പോലീസിനെ വിളിക്കാൻ തന്നെ ഫോൺ വേണം. ആ എന്നെ പ്രതിയാക്കി കൊടുക്കാൻ എൻ്റെ ഫോണോ? നീ നിന്റെ ഫോണിൽ വിളിക്ക്. ഓ ഈ കാലം മോഡൽ. എൻ്റെ ഫോണിൽ പൈസ ഇല്ല, അതുകൊണ്ടല്ലേ. എന്തായാലും തന്നെ ഞാൻ ജയിലിൽ കയറ്റും. തൻ്റെ അഹങ്കാരത്തിനെ തനിക്ക് 2 ദിവസം ഞാൻ ജയിലിൽ കിടന്നാലേ ശരിയാവുള്ളൂ. ആ ഫോണിങ്ങതാ. ഓ ഞാൻ ചിരിച്ചു കുത്തിരിക്കേണ്ട ഫോണും തരൂ. എൻ്റെ അമ്മോ, നീ പറ്റുന്ന പണിക്കേറ്റം പോയേ. വെറുതെ മനുഷ്യനെ ചിരിപ്പിക്കാനായിട്ട്. ഫോണിൽ പൈസയില്ല, വിളിക്കാൻ നമ്പർ അറിയില്ല, നടക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല. എന്നിട്ട് ഇങ്ങനെ വായാഴ്ത്തത്തിനൊരു കുറവുമില്ല. ഓ നിങ്ങളെ പേട്ട ഫോൺ എനിക്ക് വേണ്ട. ഞാൻ വീട്ടിൽ പോയി വിളിച്ചോണ്ട്. ഓഹോ, ഞാൻ ആരാന്ന് നിങ്ങളുടെ വിചാരം? എന്തായാലും നീ നിന്റെ വായക്ക് റെസ്റ്റ് കൊടുക്കൂലെന്നറിയാം. ഇനി എന്തായാലും വീട്ടിൽ പോയി വിളിക്കല്ലോ, അപ്പോൾ അത് മതി. എന്നാലേ വേറൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ ഈ ചായ വണ്ടി എടുക്കട്ടെ. ഇച്ചായനോ? ഏത് വാക്കേല്? അതൊക്കെ ഏത് വകയിലാന്നുള്ളതേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. ആടാ, ഞാൻ നോക്കിയിട്ട് വിളിക്കുന്നുണ്ട്. എന്നാ ശരി. ആരാ മനുഷ്യൻ നിങ്ങൾ ഈ നേരത്തെ വിളിക്കാൻ? ഓ, ഇത് ഉറങ്ങിയില്ലായിരുന്നോ? ജയ്ഡനാണ് എൻ്റെ മോളെ, അല്ലാണ്ട് എൻ്റെ കാമുകിയൊന്നുമല്ല. ഓ കാമുകൊന്നും ആവില്ലാന്ന് എനിക്കറിയാം. അതിന് മാത്രമുള്ള ബുദ്ധിയൊന്നും തനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ 148 അയക്കുമോ? നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടി. ഓ അയാളുടെ ഒരു 148 പുസ്തകം മാത്രം ഇങ്ങനെ തിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജീവിതത്തിലേ അത് ഉപകരിക്കും കൂടി വേണം. അതെന്താടി നീ അങ്ങനെ ടോക്കിയത്? പിന്നെ ജീവിതത്തിൽ ഇപ്പം എല്ലാം അറിഞ്ഞൊരാളൊന്നുമില്ലല്ലോ. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ട്, അല്ലാണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. അയ്യോടാ പാവം. ആ അതൊക്കെ വിട്. അല്ല ജേഡൻ എന്തിനാ വിളിച്ചേ? പുതിയ വെള്ളിക്കെട്ട് കേസിട്ടാണോ? ആ കുറച്ച് വെള്ളിക്കേസാണ്. അവനന്ന് നമുക്കൊരു കൊച്ചിനെ കാണിച്ചു തന്നില്ലേ? ആ കുട്ടിയായിട്ട് ബന്ധമുള്ളതാ. അങ്ങനെ ചെറിയ ചെറിയ വള്ളികൾ. അവനത് പിടിക്കാനല്ലേ നേരമുള്ളൂ. ആര്? അനന്യോ? ആ കുട്ടി ഒരു പാവാണല്ലോ. പിന്നെ എന്ത് വള്ളി അവൻ ഇത്രമാത്രം പിടിക്കാനുള്ളത്? ആ കൊച്ചന്നെ. പിന്നെ വള്ളിക്കേസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പുത്തിരിയുള്ള കാര്യമില്ലല്ലോ. നീയും അവനൊക്കെ ആകാശത്ത് കൂടെ പോണ വള്ളി വരെ വലട്ട് കയറി പിടിച്ചിട്ടല്ലേ ശീലമുള്ളൂ. അല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൻ കുറെ അടി വാങ്ങി കൂട്ടും അല്ലേ? എൻ്റെ കർത്താവേ, ജസ്റ്റ് മിസ്. അവൻ്റെ ദേഹത്തെ ആരും തൊടൂല. ഇനി ആ കൊച്ചനെ തന്തയോ ഇനി അവക്കൊരു ആങ്ങളുണ്ടെങ്കിൽ അവനോ വന്നെന്നെ ചെക്കാൻ തൊട്ടാക്കട്ടെ. അന്നേരം അറിയും ഈ അയരൻ ആരാന്ന്. ഓ എൻ്റെ പൊന്നോ, എന്തൊരു സ്നേഹം. ആടോ സ്നേഹം തന്നെ. ഇതിനൊന്നും ഇങ്ങനെ അസൂയപ്പെട്ട ഒരു കാര്യമില്ല. ഓ പിന്നെ അസൂയപ്പെടാൻ പറ്റിയ 2 ആൾക്കാർ. അല്ല, നീ ഇപ്പം എന്തിനെങ്കിലും എണീറ്റത്തേക്കുന്നത്? നീ കടന്നോ, ഞാനേ ഈ പണിയും കൂടി ഒന്ന് തീർത്താട്ടെ, എന്നിട്ട് വരാം. ഓ വരണമെന്നില്ല. താൻ എന്തായാലും ഒന്ന് പുറത്താ. തനിക്ക് എന്നെ കുറ്റം പറയണല്ലേ? ഇനി താൻ അവിടെ പുറത്ത് കിടന്നാൽ മതി, ഇതിനുള്ളിൽ കയറി കിടക്കാം. ഞാനോ? എപ്പോ? ഞാൻ നിന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. അതൊക്കെ നിനക്ക് ഇവിടെ തോന്നുണ്ടാവും. എന്നാലേ അത് തോന്നലല്ല, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പറഞ്ഞതെന്ന് ഓർത്തിട്ട് വന്നാൽ മതി. എന്നാ ശരി, ഗുഡ് നൈറ്റ്. പുറത്തിറങ്ങിക്കോ. എടി ഒറ്റയോടുന്ന് എനിക്ക് ജലദോഷം പിടിക്കടി. എടി കഥ കടിച്ചോ? എന്ത് പറഞ്ഞാലും ഓ എൻ്റെ സാധനം അവളെ വയറ്റ് കിടന്നുപോയി. അല്ലെ ഇതിനുള്ള മറുപടി ഇപ്പം തന്നെ കൊടുത്തേനെ. ആ നീ വന്നോ? നീ എന്താ എത്ര നേരം വൈകിയേ? പിന്നെ ഒരു കാര്യമുണ്ട്, ജേക്കബ് ചായ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ ഫ്രഷ് ആവുന്നുണ്ടെങ്കിൽ വേഗം പോയി വാ. ഓ അയാൾ കെട്ടിയെടുത്തോ? എന്ത് തേങ്ങ അയാൾ ഇത്ര നേരത്തെ പോകുന്നത്? എന്താടി നിന്റെ മോൻ്റെ മുഖത്തൊരു തെളിച്ചല്ലാത്ത? ഞാൻ വന്നെന്ന് പറഞ്ഞിട്ടാണോ? അതിൻ്റെ ഉത്തരം ഇച്ചായൻ എന്നെ അറിയാലോ, പിന്നെ എന്നാത്തിനാ എന്നോട് ചോദിക്കുന്നേ? ഞാൻ ചുമ്മാ ചോദിച്ചതാടി. ഇവൻ്റെ മട്ടും ഭാവമൊക്കെ മാറുമ്പം നമുക്ക് മനസ്സിലാവൂലേ? അല്ലടാ, നിന്റെ ഇവിടുത്തെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? അവിടുത്തെ പോലെ തന്നെയാണോ? ആ അവിടുത്തെ പോലെയല്ല അങ്കിൾ. അവിടെ ചിലർ ചൊറിച്ചിൽ കാരണം തീരെ സ്വസ്ഥതയും സമാധാനം ഇല്ലായിരുന്നു. ഇവിടെ നിന്നാ നേരെ ഓപ്പോസിറ്റാ. അതുകൊണ്ട്
വലിയ സീനൊന്നുമില്ല, ഞാനിങ്ങനെ കൂളായി പോകുന്നു. തിരിച്ചിങ്ങോട്ട് എത്തിച്ചതിന് മമ്മീനോട് ടാൻസ്, അല്ലെങ്കിലേ അവിടെ കിടന്ന് എൻ്റെ ജീവിതം പാഴായി പോയേനെ ചിലവരുടെ ഇടയിൽ കിടന്നിട്ട്. ഓ അങ്ങനെ. അല്ലേലും അവിടുത്തെ പോലെ തോന്നിയാസൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. അതും ഞാൻ ഓർക്കണമായിരുന്നു. ഓ അങ്കിൾ അവിടുത്തെ കാര്യമാണ് എടുത്തിടുന്നത് വെച്ചാൽ എനിക്കത് വലിയ തെറ്റായിട്ടും തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾക്കൊക്കെ തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രശ്നമല്ല. പിന്നെ വേറൊരു കാര്യം, ജെയ്ഡൻ അവിടെ ഇവിടെയൊക്കെ ഒരേപോലെ തന്നെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ സാഹചര്യമാണ് എന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത്, അതും അറിയാം. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ കണാന്ന് അടിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഓ മനുഷ്യന് മൂട് കളയാനായിട്ട് ഓരോന്ന് കെട്ടിയെടുത്തോളൂ എവിടുന്നെങ്കിലൊക്കെ. ഓ എല്ലാത്തിനും ഒരു മറുപടി ഉണ്ട്, അതിനൊരു കുറവുമില്ല. പിന്നെ ഞാൻ വന്നത് നിനക്ക് സമാധാനക്കേടാന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഒരു 2-3 മാസത്തേക്ക് നീ എന്നെ സഹിച്ചേ പറ്റൂ, അല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഓ നിങ്ങളിവിടെ കുത്തിരിക്കുക നിൽക്കുക, ഇനി 2 മാസം ഇവിടെ കടക്കുക, എന്തേം കാണിക്കുക. ഞാൻ പോവാ. മമ്മി എനിക്കിനി ഫുഡൊന്നും വേണ്ട. പപ്പയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ? അവൻ്റെ മൂഡ് പോക്കിയ സമാധാനമല്ലേ പപ്പയ്ക്ക്? വന്ന മുതൽ അവനെ ചൊറിയാൻ തുടങ്ങിയതാ. അയ്യോ എൻ്റെ പുന്നാരമ്മളോട് ഉണ്ടായിരുന്നോ? അവനെ സപ്പോർട്ട് ചെയ്ത് വരാത്ത എന്തേ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. അവനെയും സപ്പോർട്ട് ചെയ്ത് കുത്തിരുന്നാ നീ കയ്യും കഴിഞ്ഞാൽ വിട്ടു അവൻ്റെ തോന്നിയാസത്തിന് കൂട്ടി നിന്നാൽ. ആൻറ്റി ഇത് നോക്കി പപ്പ. എൻ്റെ പൊന്നിച്ചായ അവളെ വെറുതെ വിട്. പിന്നെ അവൻ്റെ കാര്യം അതിപ്പോൾ നോക്കണ്ട. ഒരു കല്യാണമൊന്നും കഴിയുന്നവരെ അവൻ്റെ ഈ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും നല്ല കുട്ടി വന്നാൽ അവൻ്റെ കല്യാണം വേഗം നടത്തണം. അതിനും കൂടിയാ എൻ്റെ ഈ പ്രാവശ്യത്തെ വരവ്. ഓ മാങ്ങാത്തൊളി, കുറെ നേരമായി ഇത്. ഞാൻ എന്തിനാ ഭഗവാൻ ഇയാൾ ആലോചിച്ച് കുത്തിരിക്കുന്നേ? ഓ ഇത് കാരണം മനുഷ്യനെവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനും വയ്യ. ചിലപ്പോൾ ഇന്നലെ എന്നെ രക്ഷിച്ചുകൊണ്ടാവണം. പക്ഷെ രക്ഷിച്ച ഒരാളിങ്ങനെയൊക്കെ കാണുമോ? ഇനി വയ്യാതെ നടന്ന് എനിക്ക് ഇയാളോട് എന്നെ ഫീലിങ്സ് തോന്നിയോ? അപ്പം ജെയ്സൺ സാറോടുള്ള എൻ്റെ ഫീലിങ്സോ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. തലവേദന എടുക്കുക. ഇതിപ്പോൾ ഞാൻ ആരോടൊന്നും ചോദിക്കുക? ഹലോ അനന്യ, കുറേ നേരമായിട്ട് എന്തോ വലിയ ആലോചന തോന്നുന്നു. എന്തേ ആരെങ്കിലും മനസ്സ് കൂടിയോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വേറെ എന്തൊക്കെയോ ചിന്തിച്ചത്. ഓ ചിന്തകള് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല, എന്നെ വെറുതെ വിട്ടേക്ക്. നീ എന്താടി അച്ചു അങ്ങനെ കുതിന്ന് പഠിക്കുന്നത്? ഓ എൻ്റെ അമ്മ ചേച്ചി, ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നതല്ല, ഇത് ഹോംവർക്കാണ്. ഇതാണെങ്കിൽ കിട്ടുന്നുമില്ല. കുറേ നേരമായി ഇതിൻ്റെ വൈകിടക്കുന്നു ഞാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം സോഷ്യൽ സയൻസ് ഒന്ന് നോക്കാൻ. മറ്റന്നാൾ അതിൻ്റെ എക്സാമാണ്. ഈ സാറുമാർക്ക് ഒന്നും അറിയണ്ടല്ലോ, ഒരു സബ്ജക്റ്റ് മാത്രം അവൾക്ക് നോക്കിയാൽ പോരെ. ഇവിടെ ഞങ്ങൾക്കോ എല്ലാ സബ്ജക്റ്റും നോക്കണം. അയ്യോടാ പോട്ടെ, സാരല്ല. അല്ല ഏത് സബ്ജക്റ്റ് അത്രമാത്രം വലിയ ഹോംവർക്കൊക്കെ ഉള്ളത്? മാത്സ്. ഇത് സാധാരണ വലിയ കുഴപ്പമുള്ള ചാപ്റ്ററൊന്നുമല്ല. പക്ഷെ അയാൾ ഏതോ വൃത്തികെട്ട ചോദ്യം കൊണ്ട് തന്നിട്ട് അമ്മ ചേച്ചിക്ക് പറ്റുമോ നോക്ക് ചെയ്യാൻ? ചിലപ്പോൾ അറിയാൻ മതി, ഒന്ന് പറഞ്ഞു തരൂ. എൻ്റെ ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മാത്സോ ഈ പെണ്ണ് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനോ? അമ്മ ചേച്ചിക്ക് വേണമെങ്കിൽ ഞാൻ ഈ ചാപ്റ്ററിലെ ഫോർമൽ ഇക്വേഷൻസോ കാണിച്ചു തരാം. അപ്പം ചേച്ചിക്ക് ചിലപ്പോൾ ഈസി ആവും. അവിടെ നിൽക്കേ, ഒറ്റ മിനിറ്റ്, അത് വേറെ ബുക്കല്ലേ, ഞാൻ എടുത്തു തരാം. അയ്യോ ദാണ്ട പോണ പെണ്ണ് ആ ബുക്ക് കൊടുത്ത് വന്നപ്പോൾ ഞാൻ എന്തു പറയും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നാണം കെട്ട്. എന്തോ ചെയ്യും, എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കണ്ടേ ഭഗവാനെ. ആ അമ്മൂച്ചി ബുക്ക് കിട്ടി, ഇതാ ഇത് നോക്കി നോക്ക്. എന്തിനാ പറ്റിയത്? അല്ല നിന്നെ ചേച്ചി കുളിച്ചു കഴിഞ്ഞോ? ചേച്ചിനെ കൂടി കഴിഞ്ഞിട്ടൊന്നുമില്ല. ഓ കാരം മുടത്തി അവിടെ നീരാടുക. അവിടെ എപ്പോഴാണോ ഒന്ന് കുളിച്ച് വരിക. എന്നാൽ അമ്മൂച്ച ചെയ്ത് നോക്കിക്കോ, ഞാൻ മറ്റേ സോഷ്യൽ പഠിക്കട്ടെ എന്നാൽ. ഓ നീ സമയം എടുത്ത് പഠിച്ചോ? ഇതെന്തായാലും സമയം എടുക്കും. അമ്മൂ ഇങ്ങ് വാടി. ആ രക്ഷപ്പെട്ട്.
എൻ്റെ ഭഗവാനെ, താങ്ക് യു സോ മച്ച്. എന്നാ അച്ചു, ഞാൻ പോട്ടെ, അവൾ വിളിക്കുന്നുണ്ട്. ഇത് നീ എന്നെ നോക്കിക്കോ. അമ്മൂറ്റി പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. നിന്റെ നീരോട്ട് ഇപ്പോഴാണ് വേണ്ടി കഴിഞ്ഞത്. ഞാൻ ജസ്റ്റ് മിസ്സാണ് നിൻ്റെ അനിയത്തിൻ്റെ അടുത്ത്. അവളെ ഒരു മാത്സ് ഹോംവർക്ക്. ഓ, അപ്പോൾ അതായിരുന്നല്ലോ അവിടെ പരിപാടി. അല്ല, നിന്നോടാരാ അവളുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞേ? അവളുടെ കൈ ബുക്ക് കണ്ട ഞാൻ അവസ്ഥയ്ക്കേ പോകാറില്ല. എന്നാലത് നിനക്ക് എന്നോട് നേരത്തെ പറഞ്ഞുകൂടി. അതൊക്കെ വിട്. അല്ല, നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? നിന്നെ കാണാൻ തോന്നിയിട്ട്. നിന്നെ കണ്ടിട്ടേ കുറച്ച് ദിവസമായ പോലെ ഫീൽ ചെയ്തു, അതുകൊണ്ട് നിന്നെ വിളിച്ചു. അയ്യോ, എന്തൊരു സ്നേഹം എന്നോട്. ഈ സ്നേഹമൊക്കെ പാടെ ഞാൻ എവിടെ കയറ്റി വെക്കും ഭഗവാനേ. എൻ്റെ മോളെ നീ കാര്യം പറ. ഈ പെണ്ണ്. എടി അമ്മോ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. എടേ, എനിക്ക് ഇതിലൂടെ നിൻ്റെ അഭിപ്രായമായിട്ട് പറയേണ്ടത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിനക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടം, കുറച്ച് കാലമായി തുടങ്ങിയിട്ട്. അപ്പോൾ അയാൾ മാസം കൊണ്ട് നടക്കുന്ന സമയത്താണ് വേറൊരാൾ നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അയാൾക്ക് നിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നിൻ്റെ പിന്നാലെ ശല്യം ചെയ്ത് നടക്കാൻ തുടങ്ങി. പക്ഷേ അത് ശല്യം ചെയ്യലാണെന്നൊന്നും നിനക്ക് തോന്നിയിട്ടില്ല. അയാളടുത്ത് നിനക്കൊരു അൺകംഫർട്ടബിൾ ഫീലും തോന്നിയിട്ടില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്ക് അയാൾ നിന്നെ കെയർ ചെയ്യുന്ന പോലെ തോന്നാൻ തുടങ്ങി. അതുമാത്രമല്ല, നിനക്ക് വേണം തോന്നിയ സാഹചര്യങ്ങളിലൊക്കെ അയാൾ നിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇയാളോട് നിനക്കൊരു ഫീലിങ്സ് തോന്നിയെന്ന് വിചാരിക്കും. ചിലപ്പോൾ അത് ലവ് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ അയാളുടെ കെയറിങ്ങിലൂടെ നിനക്ക് തോന്നിയൊരു ചെറിയ ഫീലിങ്സ് ആയിരിക്കാം. പക്ഷെ എനിക്ക് അറിയേണ്ടതൊന്നുമല്ല, ഇയാളോട് ഇങ്ങനെ ഒരു ഫീലിങ്സ് നിനക്ക് തോന്നി, അത് ലവ് ആണെന്ന് വിചാരിക്കും. അപ്പം ആദ്യം നിനക്ക് തോന്നിയ അയാളോടുള്ള ഫീലിങ്സ് അതെന്തായിരുന്നു? അപ്പം അതും ലവ് തന്നെ ആയിരിക്കില്ലേ? അല്ലെങ്കിൽ ചെറിയൊരു ഇൻഫാച്വേഷനോ? എന്താണ് മോളെ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം? എടേ, നീ തമാശ കളിക്കാനുള്ള കാര്യം പറ, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഓക്കെ, എൻ്റെ ഒപ്പീനിയൻ അല്ലേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യത്തെ ആളോട് തോന്നുന്നത് ലവ് അല്ലാന്നൊന്നും പറയാൻ പറ്റൂല. ചിലപ്പം ആ സമയത്ത് അതായിരിക്കും ശരി. പിന്നെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ കടന്നു വന്നു, അയാൾക്ക് തിരിച്ച് ഇങ്ങോട്ടൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നല്ലേ. അപ്പം അയാളുടെ സ്വഭാവത്തിൽ അത് നമ്മളോട് കാണിക്കും. നമ്മൾ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതൊക്കെ പിന്നീട് അത് രസമായിട്ട് ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിക്കാം. പിന്നെ കെയറിങ്, കൂടെ നിൽക്കുന്നത് ഒക്കെ നമുക്ക് പുതിയൊരു ഫീലിങ്സ് ഉണ്ടാക്കുന്നതിന് കാരണമായിരിക്കാം. ചിലപ്പോൾ അത് ലവ് ആയിരിക്കാം, പറയാൻ പറ്റൂല. ഒരാളോട് തന്നെ ട്രൂ ലവ് തോന്നണമെന്നൊന്നുമില്ലല്ലോ, മനുഷ്യന്മാരല്ലേ. ചിലപ്പം സ്വഭാവം മാറും, ഫീലിങ്സ് മാറും, അതേപോലെ പ്രണയം മാറാൻ മതി. പിന്നൊരു കാര്യം, നമുക്ക് സന്തോഷവും സമാധാനവും സുരക്ഷിതവും തിരഞ്ഞെടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണോ കംഫർട്ടബിൾ അവിടെ നിൽക്കുന്നതല്ലേ നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ് നല്ലതെന്ന് തോന്നുന്നു. രണ്ടും ചിലപ്പം ലവ് തന്നെ ആവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഒരാളെ ഭാഗത്ത് തെറ്റുകൊണ്ടും ആവില്ല. പക്ഷേ നമുക്കെവിടെയാണോ സമാധാനം കിട്ടുന്നത് അവിടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ എടേ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ ഹൃദയം ഒരാൾക്ക് വേണ്ടി മാത്രമല്ലേ മിടിക്കുള്ളൂ. പക്ഷെ ഇത് രണ്ടുപേർക്കും വേണ്ടി എന്നൊക്കെ പറയുമ്പം എടി, ചിലപ്പോൾ അതൊക്കെ ഈ സിനിമയിലുള്ള കോൺസെപ്റ്റ് ആവും. ചിലപ്പോൾ അത് ചിലവരുടെ ലൈഫിൽ റിയലായിട്ട് നടക്കുന്നും വരും. പക്ഷെ എല്ലാവരുടെ ലൈഫിലും അങ്ങനെ തന്നെ ആയിക്കോണം നിർബന്ധമൊന്നുമില്ല. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് ചെറുപ്പം മുതലേ ക്രഷുള്ളൊരു നടൻ, അയാൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുക വിചാരിക്കും, നിൻ്റെ ഹൃദയം മിടിക്കുമല്ലേ? അത് മിടിക്കാൻ മതി. പക്ഷെ അത് രണ്ട് കോൺസെപ്റ്റ് അല്ലേ? രണ്ട് കോൺസെപ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, രണ്ടും ഒരേപോലെ തന്നെ. ആദ്യത്തെ നടൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ, അയാളോട് മാത്രമല്ലേ ഉള്ളൂ, ബാക്കി നടന്മാരോടൊന്നും വലിയ സീൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഈ രണ്ട് വ്യക്തികളും. അവരെ കാണുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ നിനക്ക് ഈ ഹാർട്ട് ബീറ്റ് കൂടുതലൊക്കെ, വേറെ ആരെ കാണുമ്പോഴും ഇല്ലല്ലോ. പിന്നെ ആദ്യത്തെ ആളോട് തോന്നുന്നത് സത്യമൊക്കെ തന്നെയാവാം, പക്ഷെ രണ്ടാമത്തെ ആളോട് നിനക്ക് കുറച്ചും കൂടി ഇഷ്ടമുണ്ടാവും. അതുകൊണ്ടാണല്ലോ ആദ്യത്തെ ആളെ വെട്ടിച്ചിട്ട് രണ്ടാമത്തെ ആൾ നിൻ്റെ ഹൃദയത്തിൽ കയറിയത്. അപ്പം ദൈവമേ, അയാളോട് എനിക്ക് ശരിക്കും തോന്നിയോ? എടിയാനോ, നീ ഇതേത് ലോകത്താ?
ഇനി നീ പറ, ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന്റെ ഉദ്ദേശം? അതുണ്ടല്ലോ അമ്മു, എനിക്കൊരു ചെറിയ ഡൗട്ട്. എന്താന്ന് വെച്ചാലേ ഇങ്ങോട്ട് പോരട്ടെ. അത് നിന്റെയൊക്കെ ജയ്ഡനിച്ചായ ഉണ്ടല്ലോ, അയാളോട് ചെറുതായിട്ടൊരു ഇതുണ്ടോന്നൊരു ഡൗട്ട്, അത്രേ ഉള്ളൂ. എൻ്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, നോമെന്തായി കേൾക്കുന്നേ? സത്യമായിട്ടും നിനക്ക് അയാളോട് തോന്നിയോ? കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വലിയ മൈൻഡാക്കിയില്ല. പക്ഷെ ഇന്നലെ മുതലേ ഇയാൾ തന്നെയാണ് എൻ്റെ മനസ്സ് ഫുള്ള്. അതാ ഞാൻ നിന്നോട് ചോദിക്കാൻ വിചാരിച്ച്. തുടക്കത്തിലൊക്കെ എന്തൊക്കെയായിരുന്നു, അയാളെ പറയാത്തില്ലേനും. ഇപ്പം എന്തായി? പോടി, ശവത്ത് കുത്തണ്ടേ? ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഇനി എന്താ ചെയ്യാൻ? നേരെ പോയി ഇച്ചായോട് കാര്യം പറയാ, കപ്പിൾസ് ആവുക, കുറച്ച് ഡേറ്റ് ചെയ്യുക, പിന്നെ കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാക്കുക, ജീവിതം ഫുൾ സെറ്റിലാക്കുക. ഇത്രയൊക്കെ തന്നെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അയ്യോ, അയാളോട് പറയാനോ? ഇല്ലല്ല, ഞാൻ പറയുന്നില്ല. ഓ, ഇങ്ങനൊരു പെണ്ണ് പിന്നെ എന്തിനാടി? ഓ, ഇവളെ കൊണ്ട്. എന്തായാലും ഇതിപ്പോൾ അങ്ങേരോട് പറയണ്ട, സാഹചര്യമൊക്കെ നോക്കിയിട്ട് പിന്നീടാക്കാം. ഇനി അവസാനം ഇതെനിക്ക് അയാൾ തന്ന കെയറിങ്ങിലൂടെ തോന്നിയ ഫീലിങ്സ് ആണെങ്കിലേ വെറുതെ എന്തിനാ? നിന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു. ആരെ ഈ നേരത്തൊക്കെ വിളിക്കണത്? മനുഷ്യനെന്ന് ഉറങ്ങാൻ തന്നേക്കാണ്ട്. ഹലോ ഹലോ, ഇത് ഞാനാ അമ്മു. അമ്മു? ആ, അമ്മു. എന്താണ് നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഈ നട്ടപ്പാതിരക്ക് മനുഷ്യനെ വിളിച്ചിട്ട് ഉറക്കം കളയാനായിട്ട്? ബെസ്റ്റ്, ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതേനി. ഇപ്പം എൻ്റെ മെക്കട്ട് കയറുന്നു, പറയുന്നില്ലടോ. ഞാൻ പോയി ഉറങ്ങിക്കോ. ഓ, ഈ പെണ്ണ് എന്താച്ചാ പറഞ്ഞിട്ട് കൂടി. ഗുഡ് ന്യൂസ് അല്ലേ, പറ. അതെന്താന്ന് വെച്ചാലേ, നിങ്ങളെ കാര്യത്തിൽ ചെറിയൊരു ഹോപ്പൊക്കെ ഉണ്ട് കേട്ടോ. കോപ്പോ? എന്ത് കോപ്പ്? ഓ, ഇയാളെ കൊണ്ട് ചെവിയും കേൾക്കൂല, ഒന്നുമില്ല. ഞാൻ ഒന്നും പറയുന്നില്ല, വെച്ചിട്ട് പോ, ഓർക്ക ഭ്രാന്താ. എടി, മുഴുവൻ പറഞ്ഞിട്ട് കൂടി. ഫോൺ വെച്ചാ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് അവളെന്ത് തേങ്ങ പറഞ്ഞു പോയി. കോപ്പോ? എന്തിൻ്റെ? ഇനിയിപ്പോൾ അതിന് വേറെ വല്ല അർത്ഥമുണ്ടോ കോപ്പിന്? ഇതൊക്കെ പാടം മനുഷ്യൻ രാത്രി ഉറക്കം കെടുത്തിയിട്ട് ഓളെ വിളി. എന്തായാലും നാളെ രാവിലെ ചോദിക്കുക ഇനിയിപ്പോൾ. ഓ, ഇങ്ങനൊരു കൊണ്ടൻ എനിക്ക് ഏത് നേരമാണ് ഇയാളെ വിളിക്കാൻ തോന്നുന്നത്? അങ്ങയുടെ ഒരു കോപ്പ്.